one thing I would like to ask, can you believe that you can pursue your career in motorsports? Especially നമ്മൾ കേരള ആയതുകൊണ്ട് തന്നെ കേരളയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു മോട്ടോർ സ്പോർട്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? നൗ വി ആർ ലിവിങ് ഇൻ 2025 ഡിജിറ്റൽ ലൈഫിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടോർ സ്പോർട്സിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ബാക്ക് ഇൻ 2006, അതായത് ഒരു 20 വർഷം പിന്നിലേക്ക്, മോട്ടോർ സ്പോർട്സിൽ അല്ലെങ്കിൽ ബൈക്കേഴ്സ് സ്റ്റണ്ട് റൈഡിങ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ സമൂഹം എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടുള്ള ആളുകൾ എങ്ങനെ കണ്ടിട്ടുണ്ടാവുക? യെസ്, 2006 ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ആളുകൾ കാണുന്നുണ്ടായിരുന്നത് വളരെ റബലായിട്ടുള്ള, വളരെ ഒരു ബാഡ് ബോയ് ഇമേജിലൂടെ മാത്രമേ എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കമ്മിങ് ബാക്ക് ടു മൈ ജേർണി, ആ ഒരു സ്റ്റണ്ട് റൈഡിങ് കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ബാക്ക് ഇൻ 2006 കാലിക്കറ്റ് സ്ട്രീറ്റ്സിലാണ്, അതായത് കോഴിക്കോട് നഗരത്തിലെ കോഴിക്കോട് ബീച്ചിലും മറ്റു പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ സ്റ്റണ്ട് റൈഡിങ്ങിലൂടെയാണ് എൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. വിച്ച് ഇസ് ആക്ച്വലി വെരി ഇല്ലീഗൽ. റോഡിൽ അൺവാണ്ടഡ് ആയിട്ട് സ്റ്റണ്ട് ചെയ്യുക, ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ആളുകൾ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ this is the only passion I have. I love motorcycles, I love doing stunt riding. Then I want to become a professional stunt rider. So we made a team, which is the first stunt riding team in Kerala, professional stunt riding team. 2006 start ചെയ്തിട്ടുള്ളതാണ്. Then we started doing shows for a couple of brands. അന്നത്തെ ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഷോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഇപ്പോൾ ഓട്ടോ ഷോ, ഓട്ടോ എക്സ്പോ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവിടെയും പെർഫോം ചെയ്യാൻ തുടങ്ങി. സോ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് മണി ഓൺ ഇറ്റ്. അങ്ങനെ ഉണ്ടാവുന്ന പൈസ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ റോഡിൽ പോലീസ് ഇല്ലാത്തതൊക്കെ നോക്കിയിട്ടാണ് പ്രാക്ടീസ്. രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് റോഡിൽ. പിന്നീട് നമ്മൾ സ്റ്റണ്ട് ഷോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ഓൺ ഇറ്റ്. അതൊന്നും നമ്മൾ ബൈക്കുകളുടെ എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ഇൻ 2011 ആളുകളൊക്കെ ഇതിലിങ്ങനെ പ്രശ്നം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ ഓൾവേസ് സേ നോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലൊരു നല്ല മെസ്സേജ് ഒന്നും നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനില്ല. വെൻ വി ഡു സ്റ്റണ്ട് റൈഡിങ്, വാട്ട് ആർ ദി പീപ്പിൾ സേ, ഇത് ഒരു ക്രൈമാണ്. കാരണം ഇതിനോണ്ട് ഒരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറയുന്ന ഒരു സമയത്താണ് 2011 വി ഗോട്ട് എ ചാൻസ് ടു പെർഫോം വിത്ത് ദ വേൾഡ് റിനോവഡ് ബെസ്റ്റ് സ്റ്റണ്ട് റൈഡർ. ദെൻ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യ വിസിറ്റിലേക്ക് വന്ന സമയത്ത് വി ആർ ദ ഓൺലി ടീം വിച്ച് വി ഗോട്ട് സെലക്റ്റഡ്. ആ ഒരു അദ്ദേഹത്തിന് കൂടെ ഒരു സ്റ്റണ്ട് ഷോ പെർഫോം ചെയ്യാനുള്ള ഗംഭീരവ സ്റ്റേഡിയത്തിലാണ്, ബാംഗ്ലൂരിൽ. ആ ഒരു ഷോ ഒരു ലൈഫ് ടേണിങ് മൊമെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ അച്ചീവ്മെൻറ്റ്, ഈ സ്റ്റണ്ട് റൈഡിങ് പ്രൊഫഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റും കൂടെ. 2011 ആ ബാംഗ്ലൂരിൽ ഷോ ചെയ്തതിന് ശേഷം നമ്മളെ ചുറ്റുപാടുണ്ടാവുന്ന ഹൂവർ സറൗണ്ടഡ്, ഫാമിലി ആണെങ്കിലും മറ്റുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളെ ചുറ്റുപാടും സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒരു അപ്രിസിയേഷൻ. ബിക്കോസ് ഒന്നുമില്ലാതെ ഇപ്പോൾ കോഴിക്കോടുള്ള ഈ ബൈക്കിൽ അഭ്യാസം കാണിക്കുന്ന അല്ലെങ്കിൽ സർക്കസ് കാണിക്കുന്ന പിള്ളേർ ബാംഗ്ലൂർ പോയിട്ട് ലോക ചാമ്പ്യൻ്റെ കൂടെ ഒരു പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ദേ ഹാവ് സംതിങ്, റൈറ്റ്? ഒരു മീഡിയ അറ്റൻഷനൊക്കെ കിട്ടി. സോ ദാറ്റ് മെയ്ഡ് അവർ ലൈഫ് ചേഞ്ച്. കുറച്ച് ഭയങ്കര ഡിഫറെൻ്റായി. പോണ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ബഹുമാനം തരാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിന്ന് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ ലൈഫിൽ എന്തെങ്കിലും ഒരു കരിയർ സെറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ സ്റ്റണ്ട് ഷോസിന് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് ബൈക്കിൻ്റെ ബാക്കിയുള്ള എക്സ്പെൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും, ഒരു സ്റ്റണ്ട് ഷോന് പോവുകയാണെങ്കിൽ 20-25 ആളുകൾ ക്രൂ ആയിട്ടാണ് പോവുക. അപ്പോൾ ആ എക്സ്പെൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറ്റ് ഇസ് നോട്ട് ഈസി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മൾ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, മലബാർ ഏരിയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുക GCCയിലാണ്. ഐ മീൻ ഇപ്പോൾ ദുബായ് പോലത്തെ അല്ലെങ്കിൽ സൗദി പോലത്തെ നഗരത്തിലാണ് അല്ലെങ്കിൽ കൺട്രീസിലാണ് നമ്മളെ കൂടുതൽ ആളുകളുണ്ടാവുക. എൻ്റെ ഫാമിലി മെമ്പേഴ്സും പലരും അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഞാൻ ബൈക്കിൽ ഇങ്ങനെ അഭ്യാസം കാണിക്കുന്നതുകൊണ്ട് വീട്ടുകാർക്കൊരു തലവേദനയായി മാറുന്നതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് കോളേജ് കഴിയുമ്പോൾ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു പ്ലാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കോളേജിൽ പല പ്രശ്നങ്ങളും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ടും ഞാൻ പറഞ്ഞു ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ബിസിനസ്. എന്താണ് ഈ റൈഡേഴ്സായിട്ട് ഒരുപാട് ആളുകൾ അപ്പോൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. പക്ഷേ നമ്മൾ തന്നെ റൈഡേഴ്സായി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല.
ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ റൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷനാണ്. നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഓടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുപാടുള്ളവർ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ അവൈലബിൾ അല്ല. സോ വി സ്റ്റാർട്ടഡ് ആ റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള നെസസറി പ്രോഡക്ട്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അത് ഇമ്പോർട്ട് ചെയ്യാൻ സപ്ലൈ ചെയ്യാനും തുടങ്ങി. സർ ആക്ച്വലി അതും ഒരു ലൈഫ് ടേണിങ് മൂമെൻ്റായി. ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2011 കാലിക്കറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്, വിച്ച് ഇസ് ആക്ച്വലി ഒരു അട്ടർ ഫ്ലോപ്പ് എന്ന് വേണം പറയാൻ. ബിക്കോസ് പാഷൻ മാത്രമേ കയ്യിലുള്ള പാഷൻ കൊണ്ട് നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻസ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, HR ഉണ്ട്, സോ മെനി തിങ്സ്. ഇതൊന്നും നമ്മൾക്ക് അറിയില്ല. പക്ഷേ 2 വർഷം അവിടെ ബിസിനസ് ചെയ്തതെല്ലാം പഠിച്ചു. ആഫ്റ്റർ ദാറ്റ് 2014 ഈ പഠിച്ച പാഠങ്ങളും എവിടേക്കാണ് തോറ്റിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഇരുന്ന് നോക്കിയ സമയത്ത് ആ എക്സ്പീരിയൻസിൽ നിന്ന് 2014 തൃശ്ശൂർക്ക് ഞാൻ മാറി. തൃശ്ശൂർ ഓൾറെഡി എനിക്കൊരു ബന്ധമുണ്ട്. ദ റീസൺ ഇസ് റേസിങ്ങിൽ എപ്പോഴും സ്റ്റണ്ട് റൈഡിങ്ങിനേക്കാളും കൂടുതൽ തൃശ്ശൂരാണ് മുന്നിൽ. ഞാൻ എപ്പോഴും തൃശ്ശൂർ വീക്കെൻഡ്സിൽ പോയി പ്രാക്ടീസ് ചെയ്ത് വരാറുണ്ട്. തൃശ്ശൂർക്ക് 2014 അവിടെയും കൂടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ രൂപത്തിൽ ചെയ്തു. ആ സമയത്താണ് നല്ല നല്ല മലയാളം ഇൻഡസ്ട്രീസിലുള്ള മൂവികൾ വരാൻ തുടങ്ങി. ബാംഗ്ലൂർ ഡേയ്സ് പോലത്തെ മൂവികൾ വന്നു തുടങ്ങി. പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദാറ്റ് റേസിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ ഇത്ര മനോഹരമായിട്ട് വേറെ ഒരു മലയാള സിനിമയിൽ വന്നിട്ടില്ല. ഒരു പ്രൗഡായി ആളുകൾക്ക് ഇതാണോ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലെത്തി. മാത്രമല്ല ഈ നീലാകാശം പോലത്തെ നല്ല മൂവികൾ വന്നപ്പോൾ റൈഡിങ് കൾച്ചറും ഇന്ത്യയിൽ വല്ലാതെ ഈ ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തെറാപ്പിയാണ്. എല്ലാവർക്കും ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ വിച്ച് ഇസ് ഗുഡ്. പണ്ട് ബൈക്കർ എന്ന് പറയുന്നത് ഒരു ബാഡ് ബോയ് ഇമേജ് ആയിരുന്നെങ്കിൽ പിന്നീട് അതിപ്പോൾ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, വിച്ച് ആക്ച്വലി ഹെൽപ്സ്. മൂവീസൊക്കെ നമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട റൈഡിങ് ഗിയേഴ്സും അവർക്ക് വേണ്ട നെസസറി പ്രോഡക്ട്സുകളെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അലോങ് വിത്ത് ദാറ്റ് വി സ്റ്റാർട്ടഡ് ഓർഗനൈസിങ് റേസ് ഇവൻറ്റ്സ്. അങ്ങനെ 2014 15 ചെറിയ ചെറിയ റേസ് ഇവൻറ്റ്സുകൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഐ വോണ്ട് ടു ഷോ മൈ പീപ്പിൾ ദിസ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. നിങ്ങൾ മറ്റുള്ള ആർട്ട് കാണുന്ന പോലെ തന്നെ കാണേണ്ട ഒരു ഐറ്റം തന്നെയാണത്. ദിസ് ഇസ് വെരി സീരിയസ്. ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് ഇതിങ്ങനെ നമ്മളിങ്ങനെ ബൈക്കിൽ നിന്ന് വീഴുന്ന ചോര വരുന്ന സമയത്തൊക്കെ ആളുകൾ വിചാരിക്കുന്നത് ഇത് എന്തോ അന്നൊക്കെ പറയാം ചിലപ്പോൾ ഒരു പക്ഷേ കഞ്ചാവായിരിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതിലേറെ വലിയ വാക്കുകളും വലിയ കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞിരുന്നത് ഏറ്റവും ടോപ്പ് നോച്ചിൽ വന്നൊരു സാധനം ഈ വീടായതുകൊണ്ട് അതിൻ്റെ ധൈര്യത്തിലായിരിക്കും ഇവരൊക്കെ കളിക്കുന്നതെന്നായിരുന്നു. അപ്പോൾ അതല്ല, ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഐ വോണ്ട് ടു മേക്ക് പീപ്പിൾ അവെയർ. ഇത് മോട്ടോർ സ്പോർട്സ് എന്ന് പറയുന്നത് ഡേഞ്ചറാണ്, ബട്ട് സ്റ്റിൽ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് എന്നുള്ളത് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഒരു റേസ് ടീം ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ആ റേസ് ടീം 2017 ഇന്ത്യയിൽ തന്നെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആക്ച്വലി 3 ചാമ്പ്യൻഷിപ്പ് 1 ഇയറിൽ ടൈറ്റിൽ കിട്ടി എന്നുള്ളതാണ്. ആ ടൈറ്റിൽ പ്രൈവറ്റ് ടീം വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കാന്ന് പറയുന്നത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഓടിച്ചത് മാത്രമല്ല, വി ടുക്ക് 3 നാഷണൽ ടൈറ്റിൽ ചാമ്പ്യൻഷിപ്പ്. അവരൊക്കെ ക്രോർസ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടി. അതൊന്നും നമ്മൾ വന്ന് ചാമ്പ്യൻഷിപ്പ് എടുക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ലെഗസി ഉണ്ടാക്കി. അങ്ങനെ ആ ലെഗസി നമുക്ക് പലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് വെളിയിലാണ്. ഇത് ഇന്ത്യയിൽ റേസ് നടക്കുമ്പോൾ കേരളത്തിൽ കുറവാണ്, പുറത്താണ് കൂടുതൽ നാഷണൽ ഇവൻറ്റുകൾ നടക്കുന്നത്. സോ ഐ വോണ്ട് ടു ബ്രിങ് ദിസ് കൈൻഡ് ഓഫ് നാഷണൽ ഇവൻറ്റ് ടു മൈ പ്ലേസ്. എന്തായാലല്ലേ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2020 തൃശ്ശൂരിൽ നാഷണൽ മാറ്റി ഇൻ്റർനാഷണൽ ഒരു റേസ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. 2 ഇൻ്റർനാഷണൽ അത്ലറ്റ്സ് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്നു. മാത്രമല്ല ഇന്ത്യയിലെ ടോപ്പ് ക്ലാസ് റൈഡേഴ്സിനെ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഒരു റേസ് ഓർഗനൈസ് ചെയ്തു. ഈ റേസ് ഓർഗനൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതരുത് ഈ പാടത്തും പറമ്പിലും ഉള്ള അല്ലെങ്കിൽ നമ്മൾ സാങ്കല്പികം നമ്മൾ കണ്ടിട്ടുള്ള റേസാണ് എന്നുള്ളത്. അങ്ങനെയല്ല. ഒരു റേസ് ട്രാക്ക് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം ഒരു 1-1.5 മാസത്തെ കഠിനാധ്വാനമാണ്. ഏകദേശം 100 ലോഡ് മണ്ണ് കൊണ്ടുവന്ന് അതിനാദ്യം കാഡിൽ നമ്മൾ ഒരു വരച്ചതിന് ശേഷം മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് JCBയും ബുൾഡോസറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രാക്ക് 1 മാസം നമ്മൾ ബിൽഡ് ചെയ്യണം. പല കൈൻഡ് ഓഫ് ഓബ്സ്റ്റിക്കിൾസ് ആണ്. ഒരു ട്രാക്കിൽ ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ ട്രാക്ക് പല രൂപത്തിലുണ്ടെങ്കിൽ അതിൽ പല തരത്തിലുള്ള ഓബ്സ്റ്റിക്കിൾസ്. ഇങ്ങനെ 1-1.5 മാസം ഇതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു ട്രാക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, FMCI എന്ന് പറയുന്ന ഒരു സംഘടനയും കൂടെ ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി അസോസിയേഷൻ, അതായത് അഫിലിയേറ്റഡ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ്. FMCI ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഇൻ ഇന്ത്യ.
ഈ ക്ലബിൻ്റെ ഒരു അംഗീകാരം കൂടെ നമുക്ക് വേണം ഇഫ് യു വാണ്ട് ടു ഓർഗനൈസ് ദിസ് കൈൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു പെർമിഷൻ എടുക്കണം. അവിടെ വരുന്ന ആളുകൾ, ഇപ്പോൾ റേസിന് വരുന്ന ആളുകൾക്കും കൂടെ ഹെൽത്തിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് അവർക്ക് കൊടുക്കണം. ദർ ആർ സോ മെനി ഡോക്യുമെൻറ്റേഷൻ ബിഹൈൻഡ് ദിസ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ റേസ് ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ പറയുന്ന ഇൻ്റർനാഷണലി എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ റേസ് ട്രാക്കിൽ പാലിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ FMSCI ലൈസൻസ് എടുക്കണമെന്നുള്ളതും FMSCI ടീം ഉള്ളത് കൊണ്ടും റേസ് വളരെ വലുതായി. ആൻഡ് വി ഓർഗനൈസ്ഡ് വിത്ത് അറൗണ്ട് 15,000 സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു റേസ് നടന്നു. ഒരു ചരിത്രം തന്നെയായി. ആ റേസ് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളും മാത്രമല്ല മുതിർന്നവരും വളരെ വളരെ ഓൾഡായിട്ടുള്ള സ്ത്രീകൾ വരെ ഈ റേസ് കാണാൻ വേണ്ടി വന്നു. ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 6ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ മുതൽ സ്ത്രീകളായിട്ടുള്ള ആളുകളും മാത്രമല്ല ഇന്ത്യയിലെ ടോപ്പ് ക്ലാസ് റൈഡേഴ്സും ഇൻ്റർനാഷണൽ റൈഡേഴ്സുമാണ്. ഈ കുട്ടികളായിട്ടുള്ള ആളുകൾ ഓടിക്കുന്ന സമയത്ത് പലർക്കും വളരെ കൺഫ്യൂഷൻ വന്നു, ഹൗ ദേ ആർ റൈഡിങ്. ഇപ്പം നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ബൈക്ക് ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 18 വയസ്സാവണം. 18 വയസ്സാവണം എന്നുള്ളത് കഴിഞ്ഞാലേ നമുക്ക് ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് എപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ കുട്ടികൾ റേസ് ഓടിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്കൊരു ലൈസൻസ് നേടാൻ പറ്റും. അത് റേസിംഗ് ലൈസൻസ് ആണ്. ബട്ട് യു കനോട്ട് റൈഡ് ഇൻ ദ റോഡ്. നമുക്ക് റോഡിൽ ഓടിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് റേസ് ട്രാക്കിൽ ഓടിക്കാം. ഈ റേസ് ട്രാക്കിൽ ഓടിക്കുന്ന കുട്ടികൾക്ക് കംപ്ലീറ്റ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഗിയറോട് കൂടിയിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു 5-6 വയസ്സിലാണ്. അപ്പം തന്നെ നമ്മൾ ഓടിക്കാൻ തുടങ്ങണമെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ റൈഡറായി മാറാൻ പറ്റുള്ളൂ. ഇൻ്റർനാഷണൽ ഒരു റേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി റേസ് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രായം എന്ന് പറയുന്നത് 4 വയസ്സാണ്. നമ്മളൊക്കെ 16 വയസ്സിലാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു വേൾഡ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് 4 വയസ്സാണ്. 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടി ഓടിക്കേണ്ടത് 50cc കാറ്റഗറി ബൈക്കിലാണ്. അതിന് മുന്നേ തന്നെ പാരൻസ് ഇൻ്റർനാഷണൽ ഇവൻറ്റുകളിലൊക്കെ കുട്ടീനെ കൊണ്ടുവന്നിട്ട് ആ ഒരു വൈബൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് ഒരു 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ബൈക്കിൽ കയറ്റി ഓടിക്കാൻ തുടങ്ങുകയാണ്. 4 വയസ്സ് മുതൽ 6 വരെ 50cc-യിലാണെങ്കിൽ 6 മുതൽ പിന്നീട് 8 വയസ്സ് വരെ 65cc കാറ്റഗറിയിലാണ്. 8 മുതൽ 12 വരെ 85cc കാറ്റഗറിയിലാണ്. 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെ 125cc കാറ്റഗറിയിലാണ്. പിന്നെ 250cc കാറ്റഗറി. അതിനുശേഷം ടോപ്പ് ക്ലാസ് കാറ്റഗറി എന്ന് പറയുന്നത് 450cc കാറ്റഗറിയാണ്. ഇതിൽ വേൾഡ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ദ അൾട്ടിമേറ്റ് ഗോൾ. അതാവണമെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സിന് മുന്നേ ബാക്കിയുള്ള CC കാറ്റഗറിയൊക്കെ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൻ വി ഹാവ് ടു സ്റ്റാർട്ട്, കുട്ടീനെ ഒരു 4 വയസ്സ് മുതൽ റേസ് ട്രാക്കിൽ ഇറക്കണം. നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ നടത്തിയ റേസിൻ്റെ ഫലമായിട്ട് അന്ന് 6 വയസ്സുള്ള വിസ്മയ റാം എന്ന് പറയുന്ന ഒരു കുട്ടി റേസ് ട്രാക്കിൽ ഓടിച്ചിട്ട് ആ കുട്ടി വളരെ വളരെ ഇൻസ്പയർഡായി അവിടുത്തെ അന്ന് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ചെറിയ കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. പെൺകുട്ടികളും ചെറിയ ആൺകുട്ടികളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി ഇന്നിപ്പോൾ അന്ന് 6 വയസ്സിൽ 2023 റേസ് ഓടിച്ച കുട്ടി ഇന്ന് 2025 റേസ് ജനുവരിയിൽ ഓടിച്ചത് US-ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിലേക്ക് എത്തി. അതായത് കുട്ടി 4 വയസ്സ് മുതലേ റേസിംഗ് കരിയർ തുടങ്ങിയതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വേൾഡ് റേസിംഗ് ഭൂപടത്തിൽ ഇന്ത്യ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. വിച്ച് ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ AMA സൂപ്പർക്രോസ് റേസ് വിച്ച് ഹെൽഡ് അറ്റ് USA. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്തിന് പാരൻസിനും വളരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന്നൊക്കെ എങ്ങനെയാണ് നമ്മളൊരു റവന്യൂ കണക്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇന്നിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു റാലി എന്ന് പറയുന്നത് ദക്കാർ റാലിയാണ്. ഈ റാലി തുടങ്ങിയിട്ടുള്ളത് തന്നെ 1979 സെവി ഹെയർ എന്ന് പറയുന്ന പുള്ളിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ആ റാലി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാണ്. ഒരുപാട് ചാലഞ്ചസ് ഉള്ള റാലിയാണ്. ഏകദേശം 14 ദിവസം നീണ്ടു നിൽക്കുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള വേൾഡിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് റാലി. ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ കണ്ടിന്യൂസ്ലി മരുഭൂമിയിലൂടെ വ്യത്യസ്തമായ ടെറൈനിലൂടെയൊക്കെ ഓടിക്കേണ്ടത്. വെരി വെരി ടഫ്. ഒരാളെ ശരിക്കും പറഞ്ഞാൽ ഒരാളെ എത്രമാത്രം ആളെ കാപ്പബിലിറ്റി മനസ്സിലാക്കാനും മൈൻഡ് സെറ്റ് മനസ്സിലാക്കാനും അങ്ങനെ ഇത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് മോട്ടോർ സ്പോർട്സ് റൈഡേഴ്സിനിടയിൽ ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു റാലിയിൽ ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ടിട്ടുള്ള രാവിലെ റാലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ട് പിന്നിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഏറ്റവും മുന്നിലേക്ക് കുതിച്ചുയർന്ന് എനിക്ക് 2025 ചാമ്പ്യൻ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് പോകുന്ന ആളുകളെ നമുക്ക് കാണാം. ഇതിൽ
കേരളത്തിൽ തൃശ്ശൂരുകാരനായിട്ടുള്ള ഷൊർണൂരുകാരനായിട്ടുള്ള നമ്മളൊരാൾ ദേശീയ ഇൻ്റർനാഷണൽ റാലിയിൽ ചാമ്പ്യനായി എന്നുള്ളത് നമുക്ക് എത്ര പേർക്കറിയാം? അപ്പോൾ ആ ഒരു ഇത്രയും വലിയ ലോകത്തിലെ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള റാലിയിൽ ഹാരിത് നോവ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് കഴിഞ്ഞ വർഷത്തെ 2023 വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഹൗ? ഈ ഒരു റാലി ആണെങ്കിലും റേസ് ആണെങ്കിലും ഇന്ന് ഇൻ്റർനാഷണൽ എല്ലാ ബ്രാൻഡുകളും ഇന്ത്യയിൽ വളരെ വളരെ വലിയ രൂപത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ബിക്കോസ് ഇന്ത്യ ഈസ് എ വെരി ബിഗ് കൺട്രി. എത്രയോ കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വലിയ ബിഗ് ബൈക്സുകളാണെങ്കിലും റേസിംഗ് ടീമുകളാണെങ്കിലും ദേ ആർ ഗിവിങ് മാസീവ് സ്പോൺസർഷിപ്പ് ഫോർ ദ റൈഡേഴ്സ്. എല്ലാവർക്കും അവരുടെ ബൈക്കിൻ്റെ കാപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും റേസിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ നന്നായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ കുട്ടികളെ അവർ വാർത്തെടുക്കുന്നുണ്ട്. ഈ കുട്ടികൾ വാർത്തെടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ മാസവും സാലറി കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ ഉണ്ടാക്കുന്നത്. ഒരു ഫാക്ടറി ടീമിൽ നമ്മൾ കുട്ടികൾ കയറുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് മാസം അവർക്ക് ഒരു സാലറി കിട്ടും. മോർ ഓവർ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്കൊരു റേസിംഗ് റൈഡിങ് മാത്രമാണ് ഇഷ്ടം, അതല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ടെക്നിക്കൽ ടീമിലോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട്, ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകളും ഒരുപാട് ഫ്യൂച്ചറും. പണ്ട് കണ്ട പോലെ ഈ റേസിംഗ് റൈഡിങ് എന്നുള്ളത് ഫുൾ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, വെരി പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ബാക്ക് ഇൻ 2006 വളരെ നൊട്ടോറിയസ് ആയിട്ട് ബാഡ് ബോയ് ഇമേജ് ഉള്ള ആ ഒരു ഞാനും എൻ്റെ ടീമും നമ്മളിതെല്ലാം ഓർഗനൈസ്ഡ് ആയി ചെയ്തപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ടീമിൽ ഏകദേശം 400-ലധികം ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ സംതിങ് വെരി ബിഗ്. ആളുകൾക്കുള്ള തെറ്റായിട്ടുള്ള ആ ഒരു ധാരണ തീർച്ചയായിട്ടും മാറണം. അതിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഒട്ടനവധി മോട്ടോർ സ്പോർട്സ് ഇവൻറ്റുകളാണ് കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച്.